ജാപ്പനീസ് വിപണിയിലെ ഏറ്റവും ജനപ്രിയമായ കാറുകളിൽ ഒന്നാണ് സുസുക്കി വാഗണാർ. നിലവിൽ 6ാം തലമുറയിലുള്ള ഈ ഹാച്ച്ബാക്ക് ഒരു പൂർണ്ണ ഹൈബ്രിഡ് പവർ ട്രെയിനുമായി അടുത്ത തലമുറയിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. പുതിയ വാഗണാറിൽ സുസുക്കിയുടെ ഹൈബ്രിഡ് പവർ ട്രെയിൻ ലഭിക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഇതിൽ 660 പെട്രോൾ എഞ്ചിനും ഒരു ഇലക്ട്രിക് മോട്ടോറും ഉൾപ്പെടുന്നു. ഇത് യഥാക്രമം 58 ന്യൂട്ടൺ മീറ്റർ 5.4 PS കരുത്തും 29 ന്യൂട്ടൺ മീറ്റർ 1.0 PS കരുത്തും ഉത്പാദിപ്പിക്കുന്നു. ജപ്പാൻ സ്പെക് സുസുക്കി സോളിയോയിലും ഇതേ പവർ ട്രെയിൻ സജ്ജീകരണം നൽകിയിരിക്കുന്നു. ജപ്പാനിൽ സുസുക്കി സോളിയോ 1.2L 4 സിലിണ്ടർ DOHC VVDK 1.2C പെട്രോൾ എഞ്ചിൻ, WA05 AAC സിൻക്രണസ് മോട്ടോർ എന്നിവയിലും ലഭ്യമാണ്. ഈ എഞ്ചിൻ യൂണിറ്റ് പരമാവധി 90 പവറും 118 ന്യൂട്ടൺ മീറ്റർ ടോർക്കും പുറപ്പെടുവിക്കുന്നു. അതേസമയം ഇലക്ട്രിക് മോട്ടോർ 3 ബും 50 ന്യൂട്ടൺ മീറ്റർ ടോർക്കും ഉത്പാദിപ്പിക്കുന്നു. ട്രാൻസ്മിഷൻ ഓപ്ഷനുകളിൽ ACVT, AGS എന്നിവ ഉൾപ്പെടുന്നു. പുതിയ സുസുക്കി വാഗണാറിന് അകത്തും പുറത്തും ചില പ്രധാന മാറ്റങ്ങൾ വരുത്തും. പരമ്പരാഗത പിൻവാതിലുകൾക്ക് പകരം സ്ലൈഡിംഗ് ഡോറുകൾ ഹാച്ച്ബാക്കിൽ ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. സീറ്റുകൾ ഒന്നിലധികം കസ്റ്റമൈസേഷൻ ഓപ്ഷനുകളുമായാണ് വരുന്നത്. അളവുകളുടെ കാര്യത്തിൽ പുതിയ മോഡലിന് 3395 mm നീളവും 1475 mm വീതിയും 1650 mm ഉയരവും 2460 mm വീൽ ബേസും ഉണ്ടായിരിക്കും.